ഗോഡ്സ് ഓഫ് ഫുട്ബോളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലാറ്റിൻ അമേരിക്കൻ കരുത്തരായ ബ്രസീലിനെ കുറിച്ചിട്ടാണ്. ബ്രസീൽ എന്തുകൊണ്ടാണ് കരുത്തരാവുന്നത്? അവർ ഇതിനു മുമ്പ് വേൾഡ് കപ്പിൽ 5 വേൾഡ് കപ്പിലാണ് നേടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ 7 ഫൈനലുകൾ വേൾഡ് കപ്പിൽ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ചിട്ടുള്ള ടീം ബ്രസീലാണ്. ഇങ്ങനെയുള്ള ഒരുപാട് സവിശേഷതകൾ ബ്രസീലിനുണ്ട്. ഇതിനു മുമ്പ് ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത് 2002-ലാണ്. അന്ന് ആർണയൻ്റെ മികവിലാണ് ബ്രസീൽ വേൾഡ് കപ്പ് നേടിയിട്ടുള്ളത്. 1999-ൽ ഇറ്റാലിയൻ ലീഗിൽ അദ്ദേഹം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഇഞ്ചുറി പറ്റുകയും അദ്ദേഹം ദീർഘനാൾ പുറത്താവുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു റിട്ടേൺ എന്ന് പറയുന്നത് 2002 വേൾഡ് കപ്പിലാണ്. ആ ടൂർണമെൻറ്റിൽ അദ്ദേഹം 8 ഗോളുകളുടെ ടോപ്പ് സ്കോറോട് കൂടി ആ ഗോൾഡൻ ബൂട്ടും കൊണ്ടാണ് ആ വേൾഡ് കപ്പിൽ നിന്ന് പോകുന്നത്. ഇപ്പോൾ ഞാൻ ആ വിഷയം എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അതേ കറൻറ്റ് സിറ്റുവേഷനിലാണ് നെയ്മർ ജൂനിയറും നിൽക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ എന്താണ്? ദീർഘനാൾ പുറത്തു നിൽക്കുകയാണ്, അതായത് പരിക്ക് പറ്റിയിട്ട്. ഇപ്പോൾ സാൻറ്റോസിന് വേണ്ടി തൻ്റെ മികവ് തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സാൻറ്റോസിന് വേണ്ടിയിട്ട് ഏകദേശം 14 ഗോളുകളൊക്കെ അടിച്ചിട്ടുണ്ട്. ഇനി പലർക്കും ഉള്ളൊരു ചോദ്യമാണ്, നെയ്മർ ജൂനിയർ ബ്രസീലിൽ എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന്. അതായത് അദ്ദേഹം 128 മത്സരങ്ങളിൽ നിന്ന് ഏകദേശം 79 ഗോളുകളും 52 അസിസ്റ്റുകളുമാണ് ബ്രസീൽ ടീമിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതായത് മാച്ചിനേക്കാൾ കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻസ്, അതായത് 128 കളികളിൽ 138 ഗോൾ കോൺട്രിബ്യൂഷൻസ്. അതൊരു ചില്ലറ കാര്യമല്ല. ഇനി നമ്മൾ കറൻറ്റ് ബ്രസീൽ ടീമിലേക്ക് വരികയാണെങ്കിൽ അവർക്ക് ഇഞ്ചറി പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. അതായത് വെസ്ലി ഔട്ടായി, മിലിറ്റാവോ ഔട്ടായി, അതുപോലെ അവരുടെ സൂപ്പർ താരമായി, ഭാവിയിലെ സൂപ്പർ താരമായി വിശേഷിച്ചുകൊണ്ടിരുന്ന എസ്റ്റവായ വില്യൻ കളിക്കാനില്ല. ഇങ്ങനെയുള്ള താരങ്ങളൊന്നും വേൾഡ് കപ്പിൽ കളിക്കുന്നില്ല എന്നുള്ളത് അവർക്ക് വലിയ തിരിച്ചടി തന്നെയാണ്. എന്നിരുന്നാലും ബ്രസീൽ, ഞാനിപ്പോഴും പറയുന്നത്, ബ്രസീൽ കപ്പടിക്കാനുള്ളൊരു സ്കോഡ് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അവരുടെ ടീമിൽ ഒരു പ്രശ്നമെന്ന് പറയുന്നത് മികച്ച ഫുൾ ബാക്കുമാരില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിൽ ഫുൾ ബാക്കുമാരായിട്ട് കളിക്കുന്നത് അലക്സാൻഡ്രോ, ഡാനിലോ, ഡഗ്ലസ് സാൻറ്റോസ്. ഇപ്പോൾ വെസ്ലി കറൻ്റ്ലി ഇഞ്ചറി കാരണം ഔട്ടായി. ഇനിയിപ്പോൾ അവിടെ പരീക്ഷിക്കാൻ സാധ്യത ഇബാനസിനെയാണ്. അതായത് സെൻറ്റർ ബാക്ക് ആയിട്ടുള്ള ഇബാനസ് റൈറ്റ് ബാക്കും കളിക്കും. ബ്രസീലിയൻ ആരാധകരൊക്കെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയോടുകൂടി കാണുന്നത് ഇബാനസിൻ്റെ പെർഫോമൻസാണ് റൈറ്റ് ബാക്ക് പൊസിഷനിൽ. ബ്രസീലിൻ്റെ ശക്തി എന്ന് പറയുന്നത് അവരുടെ അറ്റാക്കേഴ്സ് തന്നെയാണ്. അതായത് ലെഫ്റ്റ് വിങ്ങിൽ വിനീഷ്യസ് ജൂനിയറും റൈറ്റ് വിങ്ങിൽ റാഫീഞ്ഞയും, അതുപോലെ സെൻട്രൽ ഫോർവേഡായിട്ടോ ഡീപ് ലൈൻ സ്ട്രൈക്കറായിട്ടോ മത്തിയാസ് കുൻഹയെ പോലെയുള്ള പ്രതിഭാധാരാളിത്തമുള്ള പ്ലേയേഴ്സ് ഉള്ളത് അവർക്ക് വലിയ ഗുണം ചെയ്യുന്നതാണ്. ഈ ഒരു ബ്രസീൽ ടീം എന്ന് പറയുന്നത് മികച്ച എക്സ്പീരിയൻസ്ഡ് താരങ്ങളുടെയും, അതായത് മാർക്കിഞ്ഞോസ്, കാർലോസ് കാസമിറോ, ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് താരങ്ങളുടെയും അതുപോലെ യങ് ജനറേഷൻ ടാലൻറ്റുകളുടെയും ഒരു മിക്സാണ്. എൻട്രിക്ക് റയാനും പോലെയുള്ള യങ് ജനറേഷൻ ടാലൻറ്റുകളും ബ്രസീൽ ടീമിൽ ഉണ്ട് എന്നുള്ളത് മറ്റൊരു സവിശേഷതയാണ്. ഇനി ബ്രസീലിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ അവർക്ക് ആദ്യത്തെ മത്സരം വരുന്നത് മൊറോക്കോക്കെതിരെയാണ്, രണ്ടാമത്തെ മത്സരം വരുന്നത് ഹെയ്തിക്കെതിരെയും, മൂന്നാമത്തെ മത്സരമാണ് സ്കോട്ട്ലാൻഡിനെതിരെ കളിക്കുന്നത്. ഇതിൽ മൊറോക്കോ എന്ന് പറയുന്നത് ആഫ്രിക്കൻ കരുത്തരാണ്. അതുപോലെ തന്നെ സൂപ്പർ താരമായ അഷ്റഫ് ഹക്കീമിയുടെ ടീമുമാണ്. വേൾഡ് റാങ്കിങ്ങിൽ ഇപ്പോൾ അവർ 8ാം സ്ഥാനത്താണുള്ളത്. അതുപോലെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ അവർ സെമി ഫൈനലിസ്റ്റുകളുമാണ്. അതായത് ഫ്രാൻസിനോടാണ് അവർ പരാജയപ്പെടുന്നത്. റോബർട്ട്സൺ, മക്ടോമിനെ, മക്വീൻ ഇങ്ങനെയുള്ള താരങ്ങളുള്ള സ്കോട്ട്ലാൻഡും ബ്രസീലിന് വെല്ലുവിളി ഉയർത്താൻ സാധ്യതയുള്ള ഒരു ടീം തന്നെയാണ്. പല യൂറോപ്യൻ വമ്പന്മാരെയും അട്ടിമറിച്ച ചരിത്രവും സ്കോട്ട്ലാൻഡിനുണ്ട്. ഈ ഹെയ്തി ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി 2015-16 സീസണിൽ കളിച്ചിട്ടുണ്ടായിരുന്ന ഡഗ്ലസ് നെൽസൺ അവർക്ക് വേണ്ടി ബൂട്ട് കെട്ടുന്നുണ്ട് എന്നുള്ളതാണ്. ഏറെ പ്രത്യേകതയുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഹെയ്തി ടീമിൻ്റെ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷനിലൊക്കെ ടോപ്പ് സ്കോറാണ് അദ്ദേഹം എന്നുള്ളതാണ്. വേൾഡ് കപ്പിൽ ബ്രസീൽ ടീം ഏത് തരത്തിലുള്ള മുന്നേറ്റമാണ് കാഴ്ചവെക്കുക എന്നുള്ളത് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.